ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, വായ്നറ്റ അകറ്റാനായിട്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ട് വീട്ടിൽ എന്തെല്ലാം ഹോം റെമഡീസ് സ്വീകരിക്കാം എന്നുള്ളതാണ് കേട്ടോ. കാരണം ഇന്ന് പലരുടെ ഒരു പ്രശ്നമാണല്ലേ ഈ വായ്നാറ്റം, അതുപോലെ മോണയിൽ പഴുപ്പ്, വായിൽ അൾസർ എന്ന് തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് പലർക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇനി ഇതൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, വായനാറ്റമില്ല, ഒരു പ്രശ്നവും ഇല്ലാത്തവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദന്തിഷ്ഠനെ കാണാതെ കഴിച്ചു കൂട്ടാം കേട്ടോ. നമ്മുടെ വായ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നതിനും പല്ലുകൾക്ക് ആരോഗ്യം ഉണ്ടാവുന്നതിനും മോണയ്ക്ക് ആരോഗ്യം ഉണ്ടാവുന്നതിനും എല്ലാത്തിനും ഏറ്റവും എളുപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന മൗത്ത് വാഷുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ സാധാരണയായിട്ട് എന്താ ചെയ്യുക, ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ മൗത്ത് വാഷ് വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയാണ് പതിവല്ലേ. പക്ഷേ അതിനൊരു വേറൊരു ഡീമെറിറ്റ്സ് ഉണ്ട് കേട്ടോ. എന്താണെന്നോ, റെഗുലറായിട്ട് ഇങ്ങനെയുള്ള കെമിക്കൽ അടങ്ങിയ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയ നശിക്കും, അത് ഉറപ്പ് തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ വായിലുള്ള സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ട ചില പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. ഈ കൂട്ടത്തിൽ റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നശിച്ചു പോകാനുള്ള ഒരു പ്രവണതയുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ബാക്ടീരിയ, ചീത്ത ബാക്ടീരിയ ആണെങ്കിലും നമ്മുടെ ആമാശയത്തിലോട്ട് ഇറങ്ങി ആമാശയത്തിലെ പ്രവർത്തനങ്ങളും ചില പ്രശ്നങ്ങൾ വയറ് സംബന്ധമായ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിൽ ആശ്രയിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, ഇത് വരാനുള്ള നമ്മൾ സാധാരണ പല്ല് ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഇരിക്കും. പക്ഷേ എങ്കിൽ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്ക്, അതുപോലെ മോണയിലുള്ള പഴുപ്പ്, ഇങ്ങനെയുള്ള പിന്നെ പല്ലിലൊക്കെ കളറ് പോവുക, പിന്നെ പ്ലാക്ക് വരിക, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അത് അധികമാകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ. ഇത് വരാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്, ഉപ്പുവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അത് നമുക്ക് ഈസി ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാക്കി നമുക്ക് ഗാർഗിൾ ചെയ്യാൻ പറ്റും. അതിന് ഒരു ഗ്ലാസ് വെള്ളം മതി. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് 1/2 സ്പൂൺ ഉൾപ്പെടെ ചൂടുവെള്ളം വേണം കേട്ടോ. നമുക്ക് ഒരു സഹിക്കാവുന്ന ചൂട്, അധികം ചൂടൊന്നും വേണ്ട. ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ 1/2 സ്പൂൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് അധികം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. എല്ലാ ദിവസവും 2 നേരവും നിങ്ങളൊന്ന് ഗാർഗിൾ ചെയ്ത് നോക്കിയേ, നമുക്ക് തന്നെ ഒരു വായ്ക്കൊക്കെ ഒരു ശുദ്ധിത്വം ഫീൽ ചെയ്യും, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വായ്നാറ്റം ഇതെല്ലാം നമുക്ക് മാറുന്നതായിട്ട് തോന്നും റെഗുലറായിട്ട്. ഇതിപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരും ഇത് ചെയ്യണതും ഞാൻ ഈ പറഞ്ഞ രോഗങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കുന്നതിനും ഒരു പ്രിക്കോഷൻ പോലെ എടുക്കുന്നതിനും ഈ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉപ്പുവെള്ളം നമ്മൾ ഗാർഗിൾ ചെയ്യുമ്പോൾ പഴുപ്പ് മാറും, വായിലുള്ള അൾസർ വരില്ല, പിന്നെ തൊണ്ടവേദന, പിന്നെ ഉമിനീരിൽ ഉണ്ടാകുന്ന ചീത്ത ബാക്ടീരിയകൾ നശിക്കും. ഇതെല്ലാത്തിനും ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യണം നല്ലതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, BP കൂടുതലുള്ളവർ അത് വേണ്ട കേട്ടോ. എങ്ങാനും ഈ കുറച്ച് ഇറങ്ങിപ്പോയാലും മതി, നമുക്ക് BP കൂടുതലുള്ളവർ ഈ ഉപ്പുവെള്ളം നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടിയും ഇതുപോലെ നമുക്ക് ഗാർഗിൾ ചെയ്യാം. 1/2 സ്പൂൺ മതി സോഡാപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും കൂടെ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ തന്നെ 2 നേരവും നമുക്ക് ഗാർഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഗുണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പല്ലുകൾക്ക് നല്ല വെളുത്ത നിറം കിട്ടുന്നതിനും സോഡാപ്പൊടി നല്ലതാണ് കേട്ടോ. പല്ലുകളൊക്കെ നല്ല തിളക്കം കിട്ടുന്നതിനും ഈ സോഡാപ്പൊടി വളരെ എഫക്റ്റീവാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൽക്കലിൻ പ്രോപ്പർട്ടീസൊക്കെ ഈ പ്ലാക്ക് പോകുന്നതിനും, പിന്നെ പല്ലുകൾക്ക് നല്ല കളറ് കിട്ടുന്നതിനും, മോണയുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ 2 ഞാൻ പറഞ്ഞു, ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഇത്. പിന്നെ നമുക്ക് ചെയ്യാൻ ഇത് 2 വേണ്ടാന്നുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ കറുവാപ്പട്ടയുണ്ട്, പിന്നെ ഗ്രാമ്പുണ്ട് അല്ലേ. ഇത് 2 നമുക്ക് ഒരു കഷ്ണം കറുവാപ്പട്ടയും ഒരു 5 ഗ്രാമും കൂടി ഇട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച്
അവിടെ ആറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗാർഗിൾ ചെയ്യാനുള്ള ചൂടാവുമ്പോൾ ഗാർഗിൾ ചെയ്താലും ഈ ഒരു പ്രശ്നം നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഒരു കറിയാമ്പൂ അല്ലെങ്കിൽ ഒരു കറുവാപ്പട്ടയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് എടുത്ത് ചവയ്ക്കണതും നല്ലതാണ് കേട്ടോ. ആ നമ്മുടെ ഒരു ഫ്രഷ്നെസ്, ആ ബ്രീത്തിങ്ങിലൊക്കെ ഒരു നല്ല ഫ്രഷ്നെസ്സും നല്ല സ്മെല്ലും ഒക്കെ കിട്ടുന്നതിനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അടുത്ത റെമഡി ആപ്പിൾ സിഡർ വിനിഗറാണ്. ഇത് നമുക്ക് ഉപ്പുവെള്ളത്തിൽ ഒരു ഗ്ലാസ് ഉപ്പുവെള്ളത്തിൽ 2 സ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ ഒഴിച്ച് ഗാർഗിൾ ചെയ്യണതും ഞാൻ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട് കേട്ടോ, വെളിച്ചെണ്ണ. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ഒരു 2 സ്പൂൺ എടുത്ത് ഗാർഗിൾ ചെയ്യണം കേട്ടോ. അത് ഇറങ്ങിപ്പോവരുത് കേട്ടോ. നമുക്ക് പല പ്രാവശ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ശരിയാകും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അത് വായിലിങ്ങനെ ഗാർഗിൾ ചെയ്ത് ചുറ്റിച്ച് നമ്മളത് പിന്നെ തുപ്പിക്കളയുകയാണെങ്കിൽ നല്ലതാണ് വെളിച്ചെണ്ണ. നല്ല വെളിച്ചെണ്ണ കിട്ടണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ വാങ്ങണ പന്ന വെളിച്ചെണ്ണയൊന്നും വേണ്ട. നമുക്ക് വിശ്വാസമുള്ള നല്ല മില്ലിലൊക്കെ ആട്ടണ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ നല്ലതാണ്. ഇപ്പം ഞാൻ എന്തുമാത്രം നമ്മുടെ നാച്ചുറലായിട്ടുള്ള മൗത്ത് വാഷാണ് പറഞ്ഞത്. ഏറ്റവും എളുപ്പം ഉപ്പുവെള്ളമാണ്. അത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാം, ഏറ്റവും എളുപ്പം ചെയ്യാം തീർച്ചയായിട്ടും. ഇനി മോണപ്രശ്നവും പല്ല് പ്രശ്നവും ഒന്നും ഇല്ലെങ്കിലും ഈ ഉപ്പുവെള്ളം നിങ്ങളൊന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആഹാരത്തിന് ശേഷം അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ഒന്ന് ഗാർഗിൾ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ദന്തിഷ്ഠന് അധികം കാണേണ്ട വരില്ല കേട്ടോ. പ്രായമുള്ളവർക്കും ചെയ്യാം, ചെറുപ്പക്കാർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. ഒത്തിരി പേര് എനിക്ക് എൻ്റെ പഴയ ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. എന്നെ യൂട്യൂബ് കാണുന്നുണ്ട്, തിരിച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ ഒത്തിരി പേര് എൻ്റെ ഈ പിന്നെ ഞാനിടുന്ന ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ. അതെനിക്ക് വളരെ സന്തോഷം തോന്നി. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക്സ് കേട്ടോ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെന്താ, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി എൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ഇനിയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരിയും പേരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തവർക്ക് ഞാൻ താങ്ക്സ് പറഞ്ഞ്. അപ്പോൾ കൂടുതൽ പേര് നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ ചെയ്യാനുള്ളത് എന്താണെന്നോ, കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ചേക്കണം. ലൈക്ക് അടിച്ചാലുള്ള ഗുണം നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. റെഗുലറായിട്ട് ഈ ലൈക്ക് അടിക്കാതിരിക്കുമ്പോഴാണ് പുതിയ വീഡിയോസ് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഓർക്കണം. അപ്പോൾ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. Okay, thank you for watching. Bye-bye.